സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു മോട്ടിവേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്നത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഗ്രോത്തിനെ നിങ്ങളെ ഗ്രോത്തിനെ തടയുന്ന, നിങ്ങളെ ഗ്രോത്തിൻ്റെ ശത്രുവായിട്ടുള്ള എന്ത് കാര്യമാണോ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷൻ സെഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ ആൾക്കാരും ഒരു സേഫ് സോണിൽ ഇരിക്കാനാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള ജോലി, അത്യാവശ്യം സാലറി ഒക്കെ ഉള്ള ഒരു സേഫ് ആയിട്ടുള്ള ജോലി, അത് ഒരു സെയിം റൊട്ടീൻ. രാവിലെ ഡ്രസ്സൊക്കെ മാറ്റി ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം ആ ഒരു സെയിം റൊട്ടീൻ, അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി. ഇതാണ് ഒരു സേഫ് സോണായിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെയുള്ള ഒരു സേഫ് സോണിൽ ഇരിക്കാനാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുക. ഇതിന്ന് നമ്മൾ ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒരു കാര്യമാണ് സേഫ് സോണിൽ ആയിരിക്കുക എന്നുള്ളത്. ഒരു പക്ഷെ നമ്മളെ വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ രീതി കൊണ്ടാവാം നമ്മളെയും എപ്പോഴും, അതായത് നമ്മളെ വളർത്തുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സേഫ് ആക്കാനാണ് നോക്കുന്നത്. അപ്പം അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മൾ ആർജിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും. ആ ഒരു സേഫ് സോണിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ സേഫ് സോൺ എന്ന് പറയുന്നത് ഒരു സ്ലോ പോയിസൺ ആണ്. പോയിസൺ നിങ്ങൾക്കറിയാലോ, വിഷമാണ്. ശരിക്കും സേഫ് സോൺ എന്ന് പറയുന്നത് ഏറ്റവും നിങ്ങളുടെ ഗ്രോത്തിനെ കൊല്ലുന്ന, നിങ്ങളെ ഡ്രീമിനെ കൊല്ലുന്ന, നിങ്ങളെ വളർച്ചയെ കൊല്ലുന്ന ഒരു ഒരു സ്ലോ പോയിസൺ ആണ് ഈ സേഫ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പാസ്റ്റ് ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സേഫ് സോൺ ഇല്ലാത്ത ഒരു ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചാറ്റിൽ വരുമോ? ഇതിൻ്റെ മുമ്പ് നിങ്ങൾ ഒരു സേഫ് സോണും ഇല്ലാതെ ജീവിച്ചിട്ടുണ്ടോ? വണ്ടിയിലാണ്, കേൾക്കാൻ പറ്റുന്നില്ല. വണ്ടി വണ്ടി ഓടിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടാണ് ചെയ്യേണ്ടത്. സൗണ്ട് ഓക്കെ അല്ലേ? എല്ലാവരും കേൾക്കുന്നില്ലേ? യെസ്. സത്താർ സാർ യെസ് പറയുന്നുണ്ട്. അനുസാറ് നോ പറഞ്ഞു. ഓക്കെ, ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ എൻ്റെ അനുഭവം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പലതും പറയാൻ തുടങ്ങും. എനിക്ക് ഒരു സേഫ് സോണ് ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പ്. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരു 11 മണിക്കൊക്കെ ഫ്രണ്ട്സ് വന്ന് വിളിക്കും. ടൗണിലൊരു ക്ലബിൻ്റെ പ്രോഗ്രാം ഉണ്ട്, ഗാനമേള ഉണ്ട്, പോവല്ലേ എങ്കിൽ പോവും. അപ്പോൾ തന്നെ കയറി വണ്ടിയും ഇരുന്ന് എങ്ങോട്ടാ പോകുന്നത്, എത്ര മണിക്കാണ് പോകും, ഇങ്ങനെയുള്ള ഒരു ചിന്തയില്ല. അതിന് കയറി ഇരുന്ന് പോയി. അവിടെ ഒരു മണിയോ 2 മണിയോ 3 മണിയൊക്കെ ആയിട്ട് അത് കഴിയുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക. എന്തിനും റെഡിയാണ്. ഫ്രണ്ട്സൊക്കെ വിളിച്ച് അപ്പം ചാടി ഇറങ്ങും. നേരെ വണ്ടി എന്തിനാന്ന് പോലും ചോദിക്കില്ല, വണ്ടിയും കയറിയിരിക്കുക, അവരെ കൂടെ പോവുക, ഓരോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങുക. ഇതൊക്കെ കല്യാണത്തിന് മുമ്പാട്ടോ. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു പല ആൾക്കാരും കല്യാണത്തിന് മുമ്പ് കില്ലാടിമാരായിരിക്കും അല്ലേ? പല പല കളികളും കളിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? പലരും ചിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ അത്രയും ഫ്രീഡം ആസ്വദിച്ചിട്ടുള്ള ഒരു ടൈമാണ് അത് അല്ലേ? കാരണം നമുക്ക് ഒരു കംഫേർട്ട് സോണും ഇല്ല. ശരിക്ക് നമ്മുടെ ആ ഒരു ടൈമിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു കംഫേർട്ട് സോണും ഇല്ലാത്ത ഒരു ജീവിതമാണ് ആ ഒരു ടൈമിലുള്ള ജീവിതം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി അറിയാം, എന്തും പോസിബിളാണ്. ആ സമയത്ത് എന്ത് പറഞ്ഞാലും പോസിബിളാണ്. കിണറിൽ ഇറങ്ങണോ അപ്പം ഇറങ്ങും, മല കയറണോ അപ്പം ഇറങ്ങും, പോസിബിളാണ്. ഇപ്പം നമ്മളോട് ആരും പറഞ്ഞാലോ നമുക്കത് പോസിബിൾ അല്ല. നമ്മുടെ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞാലും റെഡിയാണ്, ഒരു പ്രശ്നമില്ല. നടക്കാത്തതായിട്ട് ഒരു കാര്യമില്ല. ട്രാവൽ എവിടെ പോകാനും റെഡിയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും നമ്മൾ പോകാൻ റെഡിയാണ്, ഒരു മടിയില്ല. നമുക്ക് നടക്കാത്തതായിട്ട് അന്ന് ഒരു കാര്യമില്ലായിരുന്നു, ഫുൾ ഫ്രീഡം. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ അത്യാവശ്യം മാതാപിതാക്കൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയതാണെങ്കിലും ശരി, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എത്തുമ്പോൾ അതൊക്കെ നിങ്ങളങ്ങ് മറക്കും, നിങ്ങൾ മറ്റൊരാളായി മാറും അല്ലേ? ഇപ്പം നിങ്ങൾ എത്ര ഫ്രീഡം, എത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർന്നതാണെങ്കിലും ശരി, നിങ്ങളുടെ ആ ഒരു ഫ്രീഡം, ആ ഒരു സേഫ് സോണ് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എത്തുമ്പോൾ നിങ്ങൾ അങ്ങ് ബ്രേക്ക് ചെയ്യും. നമുക്ക് എന്തിനോടൊരു ക്യൂരിയോസിറ്റിയാണ്, അതെന്താണെന്നറിയണം, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് അറിയണം. അപ്പോൾ അവിടെ പോയി നോക്കും. അടിയായാലും ബഹളമായാലും ഒന്നൊരു പ്രശ്നമുണ്ട്, അവിടെ പോയിട്ട് ഒറ്റ നിൽക്കുക, എന്താ പ്രശ്നം എന്താണ് എന്നുള്ള രീതിയിൽ. ഏത് പുതിയ ജോബ് നമ്മളന്ന് ട്രൈ ചെയ്യായിരുന്നു, റെഡി ആയിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് അറ്റംപ്റ്റും നമ്മൾ എടുക്കും.
ഒരു പ്രശ്നമില്ല. എന്ത് അറ്റംപ്റ്റ് ആയാലും നമ്മൾ ഓക്കെ ആണ്. എന്ത് പ്രോബ്ലം, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, ഞാൻ ചെയ്തോളാം, ഒരു പ്രശ്നമില്ല. എല്ലാ കാര്യത്തിനെയും അങ്ങനെയാണ് കാണുക. ഏത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ സമീപിക്കുക. നോ പ്രോബ്ലം എന്നുള്ള കണ്ടീഷനിലാണ് സമീപിക്കുക. ഒരു പേടിയില്ല, ഒരാളെയും പേടിയില്ല, അതാ സത്യം. ആരെന്ത് പറഞ്ഞു ഒരു നെവർ മൈൻഡ്, ഒരു പ്രോബ്ലം ഇല്ല, സിനിമക്ക് പോവുക. അത് ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനേയും നമ്മൾ ആവാഹിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നമുക്കന്ന് ശരിക്കും ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല ഡ്രീമൊക്കെ ഉണ്ടാവും, അല്ലേ? പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു വരും ഫ്യൂച്ചറിനെ കുറിച്ച്. ആ, നല്ല ആ, നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, അതുപോലെ തന്നെ റിച്ച് ആവണം, നല്ല വീട് വെക്കണം, നല്ല കാറ് വാങ്ങിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അന്ന് ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? വിവാഹത്തിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? അല്ലേ? എല്ലാ കളികളും കളിച്ച ടോപ്പ് കളികളും കളിച്ച ആൾക്കാരുണ്ടാവും. യെസ്, ഉണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ശരിക്ക് അന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ എനർജിയും നമ്മുടെ ആ ഒരു ആവേശവും ആ ഒരു ഫീലും ആ ഉഷാറൊക്കെ ഇന്നല്ലേ ശരിക്കും നമുക്ക് വേണ്ടേ? നിങ്ങൾ പറ. ഇന്ന് നമ്മൾ ഗ്രോ ചെയ്യേണ്ട ഈ ഒരു ടൈമിലല്ലേ നമുക്കത് വേണ്ടേ? നമ്മുടെ കൂടെ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടാവും? നിങ്ങളൊന്ന് പറ, ഒന്ന് ചാറ്റിൽ വരുമോ? ഇന്ന് നമ്മുടെ കൂടെ ആ അന്നത്തെ ആ ഒരു പഴയ ഉഷാറും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടാവും? ഓഫ് കോഴ്സ്, ബട്ട് ആ ഒരു ബട്ടിലാണ് പ്രശ്നം. യെസ്, ആർക്കും അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അല്ലേ? നമുക്ക് ഇന്നും അതേ ഉഷാറാണ്, ആ ഒരു ഉഷാറാണ് വേണ്ടത്. ഇതെവിടെയാണ് നിങ്ങൾക്ക് ലോസ് ആയെന്നറിയോ? ഈ ഉഷാറ്, ആ ആ ഒരു സ്പാർക്ക്, ആ ആവേശം, അതെവിടെയാണ് ലോസ് ആയെന്ന് നിങ്ങൾക്കറിയാം? ഒന്ന് ചാറ്റിൽ വരുമോ? ഹാങ്ങിങ്, ഹൈ ലീവ്, ഹൈ ലെവലിൽ, ഹൈ ലെവലിലായിരുന്നു എന്നൊക്കെ. ഹാങ്ങിങ്. ഓക്കെ, ഇതിൽ ബീന മാഡും സക്കിന മാമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ സ്ത്രീകളും അന്ന് മോശമായിരുന്നില്ല കേട്ടോ. ഞാനത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളും അന്ന് ടോപ്പായിരിക്കും. ഇപ്പം നിങ്ങൾ അത്യാവശ്യം സ്ട്രിക്റ്റോടെയൊക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിലും, ആ സമയത്ത് സ്ത്രീകൾ അത്യാവശ്യം സ്ട്രിക്റ്റോടെയൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നതെങ്കിലും, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആ സമയത്ത് വിവാഹത്തിന് മുമ്പ് നിങ്ങളും ടോപ്പ് ലെവലിൽ തന്നെ ആയിരിക്കും. ഒരുപാട് ചിന്തിക്കാൻ മനസ്സിലുണ്ട്. ഒന്നും സെലക്ട് ചെയ്യുന്ന മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. ഐ ഡോണ്ട് നോ, സോറി. ഓക്കെ, നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് റെസ്പോൺസിബിലിറ്റി വന്നു. നമ്മൾ ഒരു 25-30 വയസ്സ് വരെ ശരിക്ക് ലൈഫ് ആസ്വദിച്ച് തുടങ്ങി, ആ ഒരു ആവേശത്തോടെ ആസ്വദിച്ച് തുടങ്ങുന്ന ആ ഒരു സമയം. ആ സമയത്ത് നമുക്കൊരു കുടുംബം കൂടി വന്നു. പിന്നെ നമ്മൾ അവിടുന്ന് മുതൽ ഒരു കുടുംബത്തിനെ പോറ്റാനുള്ള ഇതാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലീനെ പോറ്റണം, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആയി. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ലൂസ് ചെയ്തത്. അന്നാണ് നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടത്. ശരിയല്ലേ? യെസ് സാർ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഉഷാറായിരുന്നു. എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളിലും ഉഷാറായിരുന്നു. റെസ്പോൺസിബിലിറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുള്ളത്. ഇനി ആ, ഒരു മിനിറ്റ്, എൻ്റെ സ്ക്രീൻ. ഇനി റെസ്പോൺസിബിലിറ്റി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചു. ഒരു സൈഡിൽ വൈഫ് വന്നു, പിന്നീട് മറ്റൊരു സൈഡിൽ കുട്ടികൾ വന്നു, അടുത്ത സൈഡിൽ വീണ്ടും കുട്ടികളുണ്ടെങ്കിൽ വീണ്ടും വരും. ഇങ്ങനെ നമ്മളെ ഒരു സെൻട്രലിൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോയി വെച്ച് നമ്മുടെ ചുറ്റിനും നമ്മുടെ ഫാമിലിയും വന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഫാമിലീൻ്റെ ഉള്ളിൽ ജീവിച്ചാണ്. ഇപ്പോൾ അതായത് ഒരാളുടെ മകനായിട്ടും മകളായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സേഫ് സോണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ
ഇതിൻ്റെ സെൻട്രലിലേക്ക് വന്ന സമയത്ത് നമ്മൾ സേഫ് സോണിലേക്ക് മാറാൻ തുടങ്ങി. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ, പലരും ഒരു ഭാരമായിട്ടാണ് കാണുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും എൻ്റെ ചുമലിലാണ് അല്ലേ, പലരും പറയുന്നത് കേൾക്കാറില്ലേ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭാരമല്ല. റെസ്പോൺസിബിലിറ്റി ഒരു ഭാരമായിട്ട് കാണുമ്പോഴാണ് നമ്മൾ സേഫ് സോണിലേക്ക് മാറുന്നത്. റെസ്പോൺസിബിലിറ്റി നമ്മളൊരു ഉദ്ദേശമായിട്ടാണ് കാണേണ്ടത്. ഇപ്പം നമ്മുടെ ഇതിൽ സ്ത്രീകളുണ്ടല്ലോ. സ്ത്രീകൾ ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ അതൊരു ഭാരമായിട്ട്, ഒരു ഭാരമുള്ള ജോലിയായിട്ടാണോ നിങ്ങൾ അതിനെ കാണാറ്? നിങ്ങളൊന്ന് ചാറ്റിൽ വരുമോ? സെക്കിന മാമൊക്കെ ഉണ്ടല്ലോ, ബീന മാം, സെക്കിന മാമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചാറ്റിൽ വരുമോ? നിങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് എടുക്കുന്ന ഫാമിലിയിൽ നിങ്ങളാണല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പം നിങ്ങൾ അതിനെ ഒരു ഭാരമുള്ള ഒരു ഇതായിട്ടാണോ കാണാറ്? അല്ല, ഒരിക്കലല്ല. അത് നമ്മളൊരു കടമ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദ്ദേശം, നമ്മുടെ ഒരു ലക്ഷ്യം, ഇതൊക്കെ ആയിട്ടാണ് അതിനെ കാണാറ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു ഭാരമായിട്ട് കാണുന്നില്ല. കുറേ തുണികൾ അലക്കാനുണ്ടാവും, കുറേ ജോലികൾ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ പുരുഷന്മാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പലരും ഈ കാര്യങ്ങളെ ഒരു ഭാരമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ഈ സേഫ് സോണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇനി നമ്മൾ ഈ കാര്യങ്ങളെ ആ, എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പം അതിൻ്റെ മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്കറിയാലോ, ഈ ചേരിയിൽ ജീവിച്ച് അവിടെ നിന്നും മില്യണർ ആയിട്ടുള്ള ഒരു യുവതിയാണ് കൽപ്പന സരോജ് എന്നാണ് ഇവരുടെ പേര്. ഇവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും ചെറുപ്പത്തിൽ ഇവർക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ടൈലറിങ് പഠിക്കണം എന്നുള്ളായിരുന്നു ഇവരുടെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു 12 വയസ്സൊക്കെ ആയപ്പം കല്യാണം കഴിഞ്ഞു. അപ്പം മുംബൈയിലൊക്കെ ഉള്ള ആൾക്കാർ, അല്ല ബോംബെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആ പ്രായത്തിലൊക്കെ കല്യാണം നടക്കുന്ന ഒരു സമയമാണ്. അപ്പം അവരുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർ പോയ സ്ഥലം, ഇവർ ഓൾറെഡി ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത ചേരിയിലാണ് ഇവർ ഓൾറെഡി ജീവിക്കുന്നത്. ഇവർ കല്യാണം കഴിഞ്ഞ സ്ഥലവും അതിലപ്പുറമായിരുന്നു. അവിടെയും ഒരു അടിസ്ഥാന സൗകര്യവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവരുടെ ആ, ഇതെന്ന് പറയുന്നത് ഇവരുടെ ആ, എന്താ പറയുക, ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്നും ഇവർ അത്രയും പിന്നോട്ടായിട്ടുള്ള അവസ്ഥയായിരുന്നു. നിങ്ങൾക്കറിയാം, മുംബൈയിൽ ചേരിയിലൊക്കെ ഉള്ള ജീവിതം നിങ്ങൾ ജസ്റ്റ് അങ്ങനത്തെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ മക്കളൊക്കെ ഈ വേസ്റ്റ് എന്നൊക്കെ എടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഈ ചില ചില ദിവസം അവർക്ക് പുട്ട് വേണം, ചില ദിവസം ഒരാൾക്ക് ഇഡ്ഡലി വേണം, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇതാണ് കുട്ടികളുടെ അവസ്ഥ. അപ്പം ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവരെ ഫാമിലി റെസ്പോൺസിബിലിറ്റി, ഇവർക്ക് ഇവരുടെ ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കണം. അതുപോലെ തന്നെ ഇവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ഫാമിലീൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് നോക്കണമായിരുന്നു. ഇവരൊരു പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, ആത്മഹത്യ. ഇവർക്കൊന്നും താങ്ങാൻ പറ്റാതെ അത്രയും മോശം അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇത്രയും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അത്രയും ഭാരമായിട്ട് തോന്നിയുകൊണ്ട് ഇവരെന്ത് ചെയ്തു, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അന്ന് ഇവർ അതിൽ പരാജയപ്പെട്ടു. അവരതിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്നാണ് ഇവർ തിരിച്ചറിഞ്ഞത്, ഐ മസ്റ്റ് ലിവ്, എനിക്ക് എന്തായാലും ജീവിക്കണം. എനിക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റീനോടാണ്, ഞാൻ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ഇവർ മനസ്സിലാക്കി. ഇവരെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ. ഇതാണ് കൽപ്പന സരോജ് എന്ന് പറയുന്നത്. അന്ന് ഇവർ പിന്നീട് ഇവർ ടൈലറിങ് പഠിച്ചു. ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിൽ ജോലിക്ക് ചേർന്നു. കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയതിന് ശേഷം ഇവരൊരു പഴയ, അതായത് ഒരു അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു പഴയ ചെറിയ ഒരു ഇൻഡസ്ട്രിയൽ കമ്പനി വിലക്ക് വാങ്ങി അവിടെ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് ഗാർമെൻറ്റ്സ്, ഒരുപാട് കമ്പനികൾ
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവർക്ക് തുടങ്ങാൻ പറ്റി. ഇവർ ഈ കോപ്പറൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ അലോയ് വെച്ചിട്ട് കുറേ പ്രൊഡക്റ്റുകളൊക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ 2023 പത്മശ്രീ വാങ്ങിയിട്ടുള്ള ആൾ കൂടിയാണ്. ഇതാണ് റെസ്പോൺസിബിലിറ്റിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായാൽ. അതായത് നമ്മൾ സേഫ് സോണിലാണ്, കുടുംബമൊക്കെ ആയതിനു ശേഷം നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് മാറി, നമ്മൾ പിന്നീട് അവിടുന്ന് എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം, എങ്ങനെയെങ്കിലും 2 ദിവസമൊക്കെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള കണ്ടീഷനിൽ നിന്ന് മാറി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിനോട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ വിജയിക്കാൻ പറ്റും. ഇനി നമ്മുടെ ആക്ഷൻ പ്ലാനാണ്, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിനോട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. നമുക്ക് റെസ്പോൺസിബിലിറ്റി, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ അച്ഛനായിരിക്കാം, ചേട്ടനായിരിക്കാം, മകനായിരിക്കാം, ഇങ്ങനെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് വരണം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിനോട് തന്നെ അതിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യമായിട്ട് കാണും. റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഭാരമല്ല, നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ഭാരമായിട്ട് നമ്മൾ കാണാതിരിക്കുക. ഇനി നിങ്ങളുടെ മൈൻഡിൽ റൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതാൻ തുടങ്ങുക. ഇതൊരു അഫർമേഷനാണ്. അപ്പം നിങ്ങൾ ശരിക്കും മൈൻഡിൽ അത് എപ്പോഴും പറയണം എന്നാണ്, അല്ലെങ്കിൽ എപ്പോഴും എഴുതണം എന്നാണ്. അഫർമേഷൻസ് അങ്ങനെയാണ്. ഈ അഫർമേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ കാരണമാണ് എൻ്റെ കുടുംബം. ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബമില്ല. അപ്പം ഞാൻ കാരണമാണ് എൻ്റെ കുടുംബം. അപ്പം എൻ്റെ കുടുംബം ഗ്രോ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ആര് ഗ്രോ ചെയ്യണം? ഞാൻ ഗ്രോ ചെയ്യണം. അപ്പം ഞാൻ ഗ്രോ ചെയ്യുമ്പോഴാണ് എൻ്റെ കുടുംബം ഗ്രോ ചെയ്യുള്ളൂ. അപ്പം ഞാൻ കാരണമാണ് എൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ ഗ്രോ ചെയ്യണം. ഞാൻ ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ സേഫ് സോണിൽ പോയി ഇരുന്നാൽ ഗ്രോ ചെയ്യുമോ? ഇല്ല. അപ്പം ഞാൻ ഈ സേഫ് സോണൊക്കെ ബ്രേക്ക് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു റിസർവ് ടൈം കണ്ടെത്തുക. നിങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ടൈം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തം എല്ലാം ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അത് ഡെയിലി ഫ്യൂച്ചറിൽ എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്ന രീതിയിൽ ആ ഒരു ടൈം നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റ് ഞാൻ 7 മണി വരെ പഠിത്തമാണ് എൻ്റെ പ്രധാന തൊഴിൽ. എനിക്ക് ഞാൻ ഈ ഗോള്, അഫർമേഷൻ ഇങ്ങനെയൊക്കെ എഴുതും. തലേ ദിവസത്തെ കാര്യങ്ങൾ, അതിൻ്റെ റിപ്പോർട്ട്, ലീഡ്സ്, ഇങ്ങനെയുള്ള എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഇരിക്കുന്നത് പഠിത്തത്തിന് വേണ്ടിയിട്ടാണ്. അതൊരു മസ്റ്റാണ്. അത് എൻ്റെ വൈഫ് രാവിലെ ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിലും എന്നെ എണീപ്പിക്കും. കാരണം എൻ്റെ കുടുംബത്തിൽ അവരുടെയും കൂടി ആവശ്യമാണ് എനിക്ക് ഗ്രോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള, അതായത് ഇന്ന് വേണ്ട, നാളെ മുതൽ തുടങ്ങാം, അങ്ങനെ ഒരു നെഗോഷ്യബിളും ഇല്ലാത്ത ഒരു ഫിക്സഡ് ടൈം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോളിൽ ഫോക്കസ് ചെയ്യാം. ആദ്യം ചെറിയ ചെറിയ ഗോൾ. ഇന്നതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തിന് ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയതിന് ശേഷം അടുത്ത ലക്ഷ്യം. നമുക്ക് ഒന്നിച്ച് എല്ലാം കൂടെ ഒറ്റ ഇതിൽ നടക്കില്ല. അപ്പോൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക, അതിലൂടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോവുക. ഈ ഒരു ഗോളിൻ്റെ പാർട്ടാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജേണിയുടെ പാർട്ടാണ് നിങ്ങളുടെ ഫാമിലി. ഇപ്പം എന്നെ രാവിലെ എന്നോട് ഉറങ്ങിപ്പോയ എൻ്റെ വൈഫ് എന്നെ വിളിക്കും. കാരണം അതിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു പാർട്ടാണ്, അവരും കൂടി അതിൻ്റെ ഒരു പാർട്ടാണ്. ഈ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസ്, ഒരു കാര്യങ്ങളും ഇതിന് പറയരുത്. അതായത് ഇതിൻ്റെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റിയാണ്, മരിച്ചു പോകുന്നതിന് സമം. അതായത് നിങ്ങളുടെ ഗ്രോ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഗ്രോ ചെയ്യില്ല. അതെന്ന് പറയുന്നത് നിങ്ങൾ മരിച്ചു പോകുന്നതിന് സമമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിടത്തിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിടത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്യുക. റെസ്പോൺസിബിലിറ്റി
ഒരു പർപ്പസ് ആണ്. അതായത് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് ആക്ഷൻ ആണ് ഇവിടെ വേണ്ടത്. നമുക്കൊരു ഉദ്ദേശമുണ്ട്, അതായത് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശം നടക്കാൻ നമ്മൾ ആക്ഷൻ ആണ് എടുക്കേണ്ടത്. നമ്മൾ ആക്ഷൻ എടുത്താൽ നമ്മൾ ഗ്രോത്തിലേക്കാണ് വരിക. ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഫ്രീഡം ആണ് കിട്ടുക. ആ ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാലോ പഴയ എനർജി, പഴയ ചുറുചുറുക്ക്, പഴയ ആവേശത്തിലേക്കാണ് നമ്മൾ എത്തുന്നുണ്ടാവുക. അപ്പം ഇതാണ് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേര് റെഡിയാണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട്? എത്ര പേര് റെഡിയാണ്? ഒന്ന് ചാറ്റിൽ വരുമോ? യെസ് സുൽഫിക്ക സാർ, യെസ് യതീഷ് സാർ ഓക്കെ ആണ്.